നമുക്ക് എക്സൈസിന്റെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു. എക്സ് എന്ന മൂലകം ആവർത്തന പട്ടികയിലെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. y എന്ന മൂലകം ആവർത്തന പട്ടികയിലെ 17ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. എക്സ് രണ്ടാമത്തെ ഗ്രൂപ്പിലും y 17ാമത്തെ ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു. എങ്കിൽ ഈ രണ്ട് മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ഫോർമുല എന്തായിരിക്കും? എക്സ് രണ്ടാം ഗ്രൂപ്പിലും y 17ാം ഗ്രൂപ്പിലുമാണ് എങ്കിൽ എക്സും വൈയും ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം ഫോർമുല എന്തായിരിക്കും? നമ്മൾ എങ്ങനെയാണ് ഈ ഫോർമുല കണ്ടുപിടിക്കേണ്ടത്? ജലത്തിന്റെ ഫോർമുല H2O, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഫോർമുല CO2. എങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുല കിട്ടിയത്? എങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടുന്നത് എക്സിന്റെയും വൈയുടെയും വാലൻസി ആണ്. അത് ഓരോ ഗ്രൂപ്പിനും ഒരു പ്രത്യേക വാലൻസി ഉണ്ട്. ആ വാലൻസി കൃത്യമായി മനസ്സിലാക്കണം. നമുക്കിവിടെ എക്സ് രണ്ടാം ഗ്രൂപ്പിലാണ്. രണ്ടാം ഗ്രൂപ്പിലുള്ള ഒരു മൂലകമാണ് മുമ്പ് കാണിച്ച കാൽസ്യം. കാൽസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2 8 8 2 എന്ന് കിട്ടും. അതായത് രണ്ടാം ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു മൂലകത്തിന്റെയും ഇലക്ട്രോൺ വിന്യാസം എഴുതിയാലും ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ വരും. രാസപ്രവർത്തനം നടക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലുള്ള ഈ 2 ഇലക്ട്രോണുകളെ ഇവർ വിട്ടുകൊടുക്കും. അതായത് രണ്ടാം ഗ്രൂപ്പിലുള്ള ഏതൊരു മൂലകവും രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. അവിടെ വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണെങ്കിൽ രണ്ടാം ഗ്രൂപ്പിലെ ഒരു മൂലകത്തിന്റെ വാലൻസി 2 ആയിരിക്കും. രാസപ്രവർത്തന വേളയിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി. രണ്ടാം ഗ്രൂപ്പിലെ ഏത് മൂലകം രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അതായത് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി 2 ആണ്. ഇനി നമുക്ക് വേണ്ടുന്നത് 17ാം ഗ്രൂപ്പ് മൂലകത്തിന്റെ വാലൻസിയാണ്. നമുക്ക് ക്ലോറിൻ എഴുതാം. ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 7 ആണ്. ക്ലോറിൻ 17ാമത്തെ ഗ്രൂപ്പിലെ ഒരു മൂലകമാണ്. 17ാം ഗ്രൂപ്പിലെ ഏതൊരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാലും ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ടാവും. അതായത് രാസപ്രവർത്തനം നടക്കുമ്പോൾ 17ാം ഗ്രൂപ്പിലെ ഒരു മൂലകം ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. ഇവിടെ വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി എങ്കിൽ ഇവിടെ സ്വീകരിക്കപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസി. അതായത് 17ാം ഗ്രൂപ്പിലെ ഒരു മൂലകം രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അതായത് 17ാം ഗ്രൂപ്പ് മൂലകത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് 2 പേരുടെയും വാലൻസി കിട്ടി. ഇനി എങ്ങനെയാണ് ഇവരുടെ ഫോർമുല എഴുതേണ്ടത്? ആദ്യ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പേരിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകത്തിന്റെ പ്രതീകമാണ് ആദ്യം എഴുതേണ്ടത്. അതായത് എക്സ് വൈ ഈ 2 മൂലകങ്ങളിൽ ആർക്കാണോ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവ് ആ മൂലകത്തിന്റെ പ്രതീകമാണ് ആദ്യം എഴുതേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. പീരിയോഡിക് ടേബിളിൽ 1ാം ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെ ഉണ്ട്. 1ാം ഗ്രൂപ്പിൽ നിന്ന് 18ാം ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരും. അതായത് 18ാം ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. എക്സ് രണ്ടാം ഗ്രൂപ്പിലും വൈ 17ാം ഗ്രൂപ്പിലുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം അവിടെ എക്സും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം അവിടെ വൈയുമാണ്. എങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ എക്സിന്റെ പ്രതീകം ആദ്യം എഴുതുന്നു, വൈയുടെ പ്രതീകം രണ്ടാമതും എഴുതുന്നു. ഓർക്കണം, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകത്തിന്റെ പ്രതീകമാണ് ആദ്യം എഴുതേണ്ടത്. ഇനി പ്രതീകം എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എക്സിന്റെയും വൈയുടെയും വാലൻസി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാലൻസികളെ പരസ്പരം മാറ്റി പാദാംഗമായിട്ട് എഴുതണം. അതായത് ബേസ് ഇൻഡെക്സ് ആയിട്ട് എഴുതണം, താഴെ എഴുതണം. നോക്കിയേ, എക്സിന്റെ വാലൻസി എത്ര ആയിരുന്നു? 2. അത് വൈക്ക് താഴെ എഴുതുന്നു. വൈയുടെ വാലൻസി എത്രയാണ്? 1. അത് എക്സിന് താഴെ എഴുതുന്നു. അതായത് അത് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം. വാലൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതണം. എക്സിന്റെ വാലൻസി 2, അത് വൈക്ക് താഴെ എഴുതി. വൈയുടെ വാലൻസി 1, അത് എക്സിന് താഴെ എഴുതി. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ
ഇവിടെ കിട്ടിയ ബാലൻസിക്ക് ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ, പൊതു ഘടകം ഉണ്ടെങ്കിൽ ആ നമ്പറുകളെ പൊതു ഘടകം കൊണ്ട് ഹരിക്കണം. അതായത് ഇവിടെ നമുക്ക് 2 എന്നും 4 എന്നുമാണ് കിട്ടിയിരുന്നത് എങ്കിൽ 2നും 4നും ഒരു പൊതു ഘടകമുണ്ട്. 2ന്റെയും 4ന്റെയും കോമൺ ഫാക്ടർ 2 ആണ്. അപ്പോൾ ഈ ബാലൻസുകളെ ആ കോമൺ ഫാക്ടർ കൊണ്ട് ഹരിക്കണം. എന്നാൽ ഇവിടെ എടുത്ത ഉദാഹരണത്തിൽ ഒന്നിനും 2നും ഒരു പൊതു ഘടകം ഇല്ല. അതുകൊണ്ട് ഇവിടെ പൊതു ഘടകം കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x1 y2 എന്ന് തന്നെയാണ്. ഫൈനലി നമ്മൾ ചെയ്യേണ്ടത് പാദാംഗമായി 1 വന്നാൽ അത് എഴുതാറില്ല. x⁻1 എന്നുള്ളത് x എന്ന് എഴുതുന്നത് പോലെ പാദാംഗമായി 1 വന്നാൽ അത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ x1 y2 എന്നുള്ളത് ഫൈനലി xy2 എന്ന് എഴുതണം. അപ്പോൾ x ഉം y ഉം ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ ഫോർമുലയാണ് xy2. ഇത് കഴിഞ്ഞ എക്സസൈസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കൂടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ചില അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായിട്ട് പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.